എല്ലാവരെയും സ്റ്റോറി സ്പേസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മഹാഭാരതത്തിലെ ഒരു കഥ തന്നെയാവാം. തൻ്റെ പിതാവായ പരീക്ഷത്തിനെ ദംശിച്ചു കൊന്ന നാഗരാജാവായ തക്ഷകനോടുള്ള ജനമേജയ രാജാവിൻ്റെ പ്രതികാരത്തിൻ്റെ കഥ. പരീക്ഷിത് മഹാരാജാവ് നാഗരാജാവായ തക്ഷകൻ്റെ ദംശനത്താൽ മരണമടഞ്ഞു. പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയൻ ഹസ്തിനപുരിയുടെ രാജാവായി. പിതാവിനെ കടിച്ചുകൊന്ന തക്ഷകനെ കൊല്ലുവാനായി ജനമേജയ രാജാവ് സർപ്പസത്രം എന്ന മഹായാഗം നടത്തുവാൻ തീരുമാനിച്ചു. വേദജ്ഞരായ ബ്രാഹ്മണർ ശാസ്ത്രാനുസാരിയായിട്ടുള്ള നിലയിൽ യജ്ഞമണ്ഡപം തയ്യാറാക്കി. ജനമേജയൻ വ്രതാനുഷ്ഠാനവും തുടങ്ങി. യജ്ഞമണ്ഡപം തയ്യാറാക്കുന്ന വേളയിൽ അവിചാരിതമായൊരു സംഭവമുണ്ടായി. സർവശാസ്ത്രപാരംഗതനായ ഒരു വിദ്വാൻ പറഞ്ഞു, യജ്ഞമണ്ഡപത്തിൻ്റെ അളവെടുക്കാൻ തുടങ്ങിയ സമയം ഒരു പ്രത്യേക സൂചന ലഭിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഈ യജ്ഞത്തെ പൂർത്തിയാക്കാൻ അനുവദിക്കുകയില്ല എന്ന സൂചന. അതുകൊണ്ട് തന്നെ നിമിത്തശാസ്ത്രമനുസരിച്ചുള്ള യജ്ഞവിഘ്നത്തിന് പ്രതിവിധിയായി അന്യമനുഷ്യർക്ക് യജ്ഞമണ്ഡപത്തിൽ പ്രവേശനം നിരോധിച്ചു. ശാസ്ത്രവിധി അനുസരിച്ച് സർപ്പയജ്ഞം തുടങ്ങി. മന്ത്രശക്തിയാൽ സർപ്പങ്ങൾ ഹോമകുണ്ഡത്തിൽ വീണു ദഹിക്കുവാൻ തുടങ്ങി. വെളുത്തതും കറുത്തതും നീലിച്ചതും മഞ്ഞിച്ചതും ചെറുതും വലുതും വൃദ്ധരുമായ സർപ്പങ്ങൾ അഗ്നിയുടെ വായിൽ അകപ്പെടാൻ തുടങ്ങി. പേരുചൊല്ലിയുള്ള മന്ത്രം തുടങ്ങിയതോടുകൂടി ഭയാനകങ്ങളായ ആകാരങ്ങളുള്ള മഹാസർപ്പങ്ങൾ അഗ്നികുണ്ഡത്തിൽ വീഴാൻ തുടങ്ങി. നാലു ചുറ്റും ദുർഗന്ധം വ്യാപിച്ചു. സർപ്പങ്ങളുടെ നിലവിളി ആകാശത്തിൽ പ്രതിധ്വനിച്ചു. ക്രമേണ തക്ഷകനും ഇക്കാര്യം കേട്ടറിഞ്ഞു. പേടിച്ചു വിറച്ച അയാൾ ദേവരാജാവായ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. എന്നിട്ടുണർത്തിച്ചു, ദേവരാജ, ഈ അപരാധി ഇതാ അങ്ങയുടെ കാലടികളിൽ ശരണം യാചിക്കുന്നു. അവിടുന്ന് തന്നെ രക്ഷിക്കണം. ആശ്രിതവത്സനായ ദേവരാജൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കാനായി മുമ്പേ തന്നെ ഞാൻ ബ്രഹ്മദേവനിൽ നിന്നും അഭയവചനം സ്വീകരിച്ചിട്ടുണ്ട്. നീ സർപ്പയജ്ഞം കൊണ്ട് ഭയക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഇന്ദ്രൻ്റെ സ്വാന്തന വാക്കുകൾ തക്ഷകനെ തൃപ്തിപ്പെടുത്തി. അയാൾ ഇന്ദ്രലോകത്ത് തന്നെ ജീവിക്കാൻ തുടങ്ങി. ജനമേജയൻ്റെ യജ്ഞകുണ്ഡത്തിൽ സർപ്പങ്ങളുടെ ഹവനം നടന്നുകൊണ്ടേയിരുന്നു. എണ്ണമറ്റ സർപ്പങ്ങൾ ആ യജ്ഞകുണ്ഡത്തിൽ ഭസ്മാവശേഷരായി. അല്പം ചില സർപ്പങ്ങൾ മാത്രമേ ബാക്കി വന്നുള്ളൂ. ഇക്കാര്യമോർത്ത് വാസുകി നാഗം അത്യന്തം ദുഃഖിതനായി. അദ്ദേഹം തൻ്റെ സഹോദരിയോട് പറഞ്ഞു, പ്രിയ സോദരി, എൻ്റെ ഓരോ അംഗവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ദിക്കുകൾ പോലും തിരിച്ചറിഞ്ഞുകൂടാ. തല കറങ്ങുന്നു. ഞാനിപ്പോൾ വീണുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഭൂമി കറങ്ങുന്നത് പോലെ ഞാനും ആ യജ്ഞകുണ്ഡത്തിൽ വീണുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ യജ്ഞം കൊണ്ട് അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നെ ജരത്കാരു ഋഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. നീ തന്നെ ഇന്ന് സർപ്പങ്ങളെ രക്ഷിക്കണം. ബ്രഹ്മാവിൻ്റെ തിരുവചനമനുസരിച്ച് ജരത്കാരു ഋഷിക്കുണ്ടായ നിന്റെ മകൻ ആസ്തികൻ ഈ സർപ്പയജ്ഞത്തെ ഇല്ലാതാക്കും. നിന്റെ മകൻ ഇപ്പോൾ ബാലകനാണ്. എന്നാലും വൃദ്ധജനങ്ങളാലും ദേവന്മാരാലും ആദരണീയൻ തന്നെ. നീ അവനോട് ഞങ്ങളെ രക്ഷിക്കാൻ പറയൂ. തൻ്റെ സോദരൻ്റെ കരുണാർദ്രമായ വാക്കുകൾ ശ്രവിച്ച നാഗസ്ത്രീയായ ജരത്കാരു ആസ്തികനോട് നാഗങ്ങളെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഉദ്ദിഷ്ട കാര്യത്തിന് അമ്മയിൽ നിന്നും അനുമതി വാങ്ങിയ ആസ്തികൻ തൻ്റെ അമ്മാവനോട് പറഞ്ഞു, ഹേ നാഗരാജാവേ, അങ്ങ് ശാന്തചിത്തനാകുക. കദ്രുമാതാവിൻ്റെ ശാപത്തിൽ നിന്നും സർപ്പങ്ങളെ ഞാൻ മോചിപ്പിക്കുമെന്ന് ഇതാ സത്യം ചെയ്യുന്നു. ഞാൻ കളിയായിപ്പോലും കളവ് പറയുന്നവനല്ല. അതുകൊണ്ട് എൻ്റെ തീരുമാനത്തിൽ അങ്ങയ്ക്ക് സംശയം വേണ്ട. ഞാൻ എൻ്റെ മംഗളകരമായ വാക്സരണി കൊണ്ട് രാജാവായ ജനമേജയനെ ആനന്ദചിത്തനാക്കി യജ്ഞം അവസാനിപ്പിക്കാം. ഇനി ഇക്കാര്യത്തിൽ സങ്കടപ്പെടരുത്. ആസ്തികൻ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. സർപ്പസത്രം നടക്കുന്ന യാഗശാലയിൽ ആരെയും കടത്തിവിടുന്നില്ല. യാഗം മുടങ്ങാതിരിക്കുവാൻ അതീവ സുരക്ഷയിലാണ് യാഗം നടക്കുന്നത്. ഭടന്മാർ യാഗശാലയ്ക്ക് കാവൽ നിന്നു. സർപ്പങ്ങൾ തീയിൽ വീണുരുകുന്ന ഗന്ധം
അന്തരീക്ഷമാകെ നിറഞ്ഞു. നാഗരാജാവായ തക്ഷകനെ മാത്രം കാണുന്നില്ല. ജനമേജയൻ മുനിമാരോട് കാരണം തിരക്കി. തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ച് ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ചുറ്റിക്കിടക്കുകയാണ് എന്ന് മുനിമാർ പറഞ്ഞു. എന്നാൽ ഇന്ദ്രൻ്റെ സിംഹാസനത്തോടെ ആവാഹിച്ച് ഹോമകുണ്ഡത്തിലിടാൻ ജനമേജയൻ ആജ്ഞാപിച്ചു. ചണ്ഡഭാർഗവൻ തക്ഷകനെ ഇന്ദ്രൻ്റെ സിംഹാസനത്തോടെ ആവാഹിച്ച് ആകാശമാർഗത്തിൽ ഹോമകുണ്ഡത്തിന് മുകളിലേക്ക് എത്തിച്ചു. നാഗരാജാവിനെ ഹോമിക്കുന്ന മുഹൂർത്തമടുത്തു. തക്ഷകൻ ഭയന്ന് വിറച്ചു. ഭയന്ന ദേവേന്ദ്രൻ സിംഹാസനം ഉപേക്ഷിച്ച് ഓടി. ഈ സമയത്താണ് ആസ്തികൻ യാഗശാലയ്ക്ക് പുറത്തെത്തിയത്. ആസ്തികൻ യാഗശാലയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ജനമേജയ രാജാവിൻ്റെ സർപ്പസത്രത്തെ പുകഴ്ത്തി. ജനമേജയ രാജാവിനെ ഉച്ചത്തിൽ സ്തുതിച്ചു. ആരാണ് ഉച്ചത്തിൽ തന്നെ പുകഴ്ത്തി പറയുന്നത് എന്ന് ജനമേജയൻ ആശ്ചര്യപ്പെട്ടു. സർപ്പത്തെ ചുട്ടുകൊല്ലുന്നത് സർപ്പശാപത്തിന് കാരണമാകും എന്ന് എല്ലാവരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഇതാ ഈ ബാലൻ മാത്രം തന്നെ പുകഴ്ത്തുന്നു. ജനമേജയന് സന്തോഷമായി. ആസ്തികനെ യാഗശാലയിലേക്ക് കടത്തിവിടുവാൻ രാജാവ് നിർദ്ദേശിച്ചു. അങ്ങനെ ആസ്തികൻ യജ്ഞം നടക്കുന്ന യാഗശാലയിലെത്തി. വീണ്ടും ജനമേജയനെ അഭിനന്ദിച്ചു, സ്തുതിച്ചു, പ്രണമിച്ചു. സന്തോഷവാനായ രാജാവ് ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആസ്തികനോട് ആവശ്യപ്പെട്ടു. ആ സമയം യാഗശാലയിൽ മുനിമാർ തക്ഷകനെ ഇന്ദ്രൻ്റെ സിംഹാസനത്തോടെ ആവാഹിച്ച് ഹോമകുണ്ഡത്തിന് മുകളിൽ എത്തിച്ചിരുന്നു. ആസ്തികൻ ജനമേജയനോട് വരം ചോദിച്ചു. സർപ്പസത്രം നിർത്തിവെക്കുക എന്ന വരമാണ് ചോദിച്ചത്. ജനമേജയൻ ധർമ്മസങ്കടത്തിലായി. സർപ്പസത്രം നിർത്തിവെച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ജനമേജയൻ മുനിമാരോട് ആരാഞ്ഞു. യാഗാഗ്നി സാക്ഷിയായി യാഗശാലയിൽ വെച്ച് നൽകിയ വാക്കു പാലിക്കുക എന്ന് മുനിമാർ നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ ഹസ്തിനപുരിയുടെ രാജാവ് ജനമേജയൻ വാക്കുപാലിക്കാത്തവനായി തലമുറയിൽ അറിയപ്പെടുമെന്ന് മുനിമാർ അറിയിച്ചു. ആ സമയം മന്ത്രത്തിൻ്റെ ശക്തിയാൽ അഗ്നിയിൽ വീഴാൻ തുടങ്ങിയ തക്ഷകനെ ആസ്തികൻ മന്ത്രം കൊണ്ട് തടഞ്ഞു. യാഗശാലയിൽ വെച്ച് തനിക്ക് നൽകാമെന്ന് പറഞ്ഞ വരം നൽകുമോ എന്നറിഞ്ഞിട്ട് യാഗം തുടരാൻ ആസ്തികൻ നിർദ്ദേശിച്ചു. ജനമേജയൻ വിഷണ്ണനായി ഹോമകുണ്ഡത്തിന് മുൻപിൽ നമസ്കരിച്ചു. 12 വയസ്സ് മാത്രം പ്രായമുള്ള ആസ്തികൻ്റെ മുൻപിൽ ഗത്യന്തരമില്ലാതെ ജനമേജയൻ സർപ്പസത്രം നിർത്തിവെച്ചു. ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. നാഗകന്യകമാർ നൃത്തം ചവിട്ടി. നാഗലോകം വീണ്ടും തുറന്നു. ലോകത്തിൽ ആദ്യമായി സർപ്പസത്രം നടത്തിയ ആളെന്ന ഖ്യാതി ജനമേജയ രാജാവിന് ലഭിക്കുമെന്ന് ത്രിമൂർത്തികൾ അനുഗ്രഹിച്ചു. പരീക്ഷത്തിന് സ്വർഗത്തിൽ സ്ഥാനം ലഭിച്ചു എന്നും അറിയിച്ചു.